പല മോട്ടിവേഷണൽ സ്പീച്ചേഴ്സും പിന്നെ കുറേ വക്കീലന്മാരും ഈ ഡിവോഴ്സ് കേസ് വക്കീലന്മാരൊക്കെ ഇല്ലേ, അവർ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അവർ കുറേ ഇതുപോലെ മോട്ടിവേഷണൽ ക്ലാസ് ഒക്കെ ചില റീൽസ് ആയിട്ടൊക്കെ ചെയ്യും. അപ്പം അവരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, ഈ ടോക്സിക് റിലേഷൻ എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, ടോക്സിക് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് മലയാളവൽക്കരിക്കുമ്പം അത്ര സുഖമുള്ള ഒന്നുമല്ല കേൾക്കാൻ. അത് ഓരോരുത്തരും ഓരോ രീതിയിൽ അവരുടെ വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് മാറ്റപ്പെടുകയും ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരെ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വാക്കാണ്. ഒരു ക്യാൻസർ പോലെ ഒരു തീപ്പൊരി നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാക്കിയിടാൻ പറ്റുന്നത്. കാരണം ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരെ ആയിരിക്കും ചിലപ്പോൾ ഇവർ ടോക്സിക് ആണെന്ന് പറയുന്നത്. നമ്മളൊരു ഡയമണ്ട് കൈയുടെ മുമ്പിൽ വെച്ചിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇങ്ങനെ വെച്ചിട്ട് കണ്ണ് നടച്ചു കഴിഞ്ഞാൽ ബും, അതില്ലാതാവത്തില്ലേ? അതുപോലെ തന്നെയാണ് ചില പ്രണയബന്ധങ്ങൾ. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ പൊതിഞ്ഞ് സൂക്ഷിക്കത്തില്ലേ? അല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അത്രയും കെയർ ചെയ്തില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും എന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്രയും കെയർ ചെയ്യുന്ന ഒരാളുടെ സ്നേഹത്തെയാണ് ഇവർ ചിലപ്പോൾ ടോക്സിക് എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ആളിനെ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഡയമണ്ടിനെക്കാട്ടിലും ഗോൾഡിനെക്കാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രഷ്യസ് ആയിട്ട് നമ്മൾ കരുതുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ നമ്മൾ ആവുക എന്നുള്ളതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം. അപ്പോൾ അതിനെ നമ്മൾ കൂടുതൽ പ്രഷ്യസ് ആക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കവർ ചെയ്ത് സൂക്ഷിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന റെസ്ട്രിക്ഷൻസ് ആണ് ഇവർ പറയുന്ന ടോക്സിക്നെസ് എന്ന് പറയുന്നത്. ശരിക്കും എൻ്റെ ചിന്ത വെച്ചിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത്, ഐ ആം മൈസെൽഫ് ഇൻ ദ പ്രിസൺ ആൻഡ് ഐ ഗിവ് ദ കീ ടു ഹെർ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എന്നെ തന്നെ പ്രിസണൈസ് ചെയ്ത് ഞാൻ എൻ്റെ കീ എടുത്ത് അവൾക്ക് കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവളെ തന്നെ പ്രിസണൈസ് ചെയ്ത് എന്നിലേക്ക് ആ കീ എടുത്താണ് ഏറ്റവും കൂടുതൽ പ്രണയം ഇരിക്കുന്നത്. ആ ഒരു പ്രണയത്തിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഒരാളും കല്യാണം കഴിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരാളെ സ്വന്തമാക്കാനോ പോകരുത്. അപ്പം അവിടെയാണ് ചിലർ പറയുന്നത് ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി അതൊന്നും പറ്റത്തില്ല. അങ്ങനെ പറ്റാത്ത ഒരു സ്വാതന്ത്ര്യമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യമാണ് അനുഭവിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒരാളെ സ്നേഹിക്കാൻ പോലും. സ്നേഹം പലപ്പോഴും ഒരു ബന്ധനമാണ്. ഇനി എത്രയൊക്കെ മുമ്പോട്ട് പോയെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒരാളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ അയാളുടെ മാത്രം സ്വന്തമായിരിക്കണം. അല്ലയോ? ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ ഈ ടോക്സിക് എന്ന് പറയുന്ന ഒരു സംഭവത്തിനകത്ത് ഒരുപാട് വേരിയൻ്റ് ആയിട്ടുള്ള ചിന്തകളുണ്ട്. അത് എല്ലാ വേരിയൻറ്റുകളും നമ്മളെ ബാധിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കി, ടോക്സിക് എന്ന് ചിലപ്പം നിങ്ങളെ കെയർ ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞിട്ട് അവരെ പിണക്കി കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട് സ്നേഹിക്കുന്ന ഒരാളെ ആയിരിക്കും നഷ്ടപ്പെടുത്തി കളയുക എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി.